ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 162ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവനായി പ്രവർത്തിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ജവഹർലാൽ നെഹ്റു. ആൻസർ ഓപ്ഷൻ 2 ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: തീൻകാത്തിയ സമ്പ്രദായത്തിനെതിരെ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതാണ്? തീൻകാത്തിയ സമ്പ്രദായത്തിനെതിരെ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ചമ്പാരൻ സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ 3 ചമ്പാരൻ സത്യാഗ്രഹം. 3. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്ന മലയാളി ആരാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്ന മലയാളി ആരാണ്? ആൻസർ ജോൺ മത്തായി. ആൻസർ ഓപ്ഷൻ 1 ജോൺ മത്തായി. 4. വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ കൃതി ഏതാണ്? വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ കൃതി ഏതാണ്? ആൻസർ അഗ്നിസാക്ഷി. വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ കൃതി അഗ്നിസാക്ഷി. 5. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏതാനും കലാപങ്ങൾ ചുവടെ നൽകുന്നു. പോളിഗാർ കലാപങ്ങൾ, ഫറൈസി കലാപങ്ങൾ, സന്യാസി കലാപം, സന്താൾ കലാപം. കർഷക കലാപങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ 2 2ഉം 3ഉം. ഫറൈസി കലാപവും സന്യാസി കലാപവുമാണ് കർഷക കലാപങ്ങൾ. 6ാമത്തെ ക്വസ്റ്റ്യൻ: ജസ്റ്റിസ് സിഡ്നി റൗലറ്റിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അന്വേഷണ വിഷയം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ 3 ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങൾ. ആൻസർ ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങൾ. 7th ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകാനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കാൻ കാരണമായത് എന്താണ്? ആൻസർ ക്യാബിനറ്റ് മിഷൻ. ആൻസർ ഓപ്ഷൻ 1 ക്യാബിനറ്റ് മിഷൻ. 8. അറിവ് സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക ആശയങ്ങൾ, വിവരവിനിമയ സാങ്കേതികവിദ്യ, വ്യവസായവൽക്കരണം. ആൻസർ ഓപ്ഷൻ 4 വ്യവസായവൽക്കരണമാണ് ഉൾപ്പെടാത്തത്. 9. പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഏത് സെഷനിലൂടെയാണ്? ആൻസർ ചോദ്യോത്തരവേള. ആൻസർ ഓപ്ഷൻ 2 ചോദ്യോത്തരവേള. 10. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം ഏതാണ്? ആൻസർ മണിപ്പൂർ. ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയ സംസ്ഥാനം മണിപ്പൂർ. 11. 1902 ബരീന്ദ്ര കുമാർ ഘോഷ്, ജാതീന്ദ്രനാഥ ബാനർജി, പ്രമോദ് മിത്തർ എന്നിവർ ചേർന്ന് രൂപം നൽകിയ വിപ്ലവ സംഘടന ഏതാണ്? ആൻസർ അനുശീലൻ സമിതി. ആൻസർ അനുശീലൻ സമിതി. 12. പൗരാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിലായ വർഷമേത്? പൗരാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിലായ വർഷം ഏതാണ്? ആൻസർ 1955. ആൻസർ ഓപ്ഷൻ 4 1955. 13. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? ആൻസർ പ്രാഥമിക മേഖല. ആൻസർ ഓപ്ഷൻ 2 പ്രാഥമിക മേഖല. 14. 86ാം ഭരണഘടനാ ഭേദഗതിക്ക് കാരണമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശയാണ്?
86-ാം ഭരണഘടനാ ഭേദഗതിക്ക് കാരണമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശയാണ്? ആൻസർ സൈക്കിയ കമ്മിറ്റി. ആൻസർ സൈക്കിയ കമ്മിറ്റി. 15 ഭരണഘടനയുടെ ആമുഖത്തിൽ രാഷ്ട്രത്തെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ആൻസർ ഭാരതം. ആൻസർ ഓപ്ഷൻ 1 ഭാരതം. 16 നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ 4 സ്വന്തമായി ഭരണഘടന രൂപവൽക്കരിക്കുക എന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ലക്ഷ്യങ്ങൾ നോക്കാം. സ്വരാജ് നേടിയെടുക്കുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഇത് 3 ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. 17 കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെട്ടത് ആര്? കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 മാണി മാധവ ചാക്യാർ. ആൻസർ മാണി മാധവ ചാക്യാർ. 18 ലിസ്ബൺ ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലിസ്ബൺ ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ സമുദ്ര സംരക്ഷണം. ലിസ്ബൺ ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ സമുദ്ര സംരക്ഷണം. 19 ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? ആൻസർ ഉപ്പു സത്യാഗ്രഹം 1929. ഇത് റോങ് ആണ്. 1930 വർഷം. 20 ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിമായി അറിയപ്പെടുന്നത് ഏതാണ്? ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിമായി അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ സ്പേസ് വാർ. ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിമായി അറിയപ്പെടുന്നത് സ്പേസ് വാർ. 21 പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൻസർ ഗാന്ധിജി. ആൻസർ ഓപ്ഷൻ 2 ഗാന്ധിജി. 22 മികച്ച നോവലിനുള്ള പ്രഥമ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഉമ്മാച്ചു. ആൻസർ ഓപ്ഷൻ 3 ഉമ്മാച്ചു. 23 പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് സ്കീം കാർഷിക രംഗത്തെ ഏത് ബൃഹത് പദ്ധതിയുടെ ഭാഗമാണ്? ആൻസർ പ്രധാനമന്ത്രി കൃഷി സഞ്ജയി യോജന. ആൻസർ പ്രധാനമന്ത്രി കൃഷി സഞ്ജയി യോജന. 24 മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ മധ്യകർണം. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്നത് മധ്യകർണത്തിലാണ്. 25 ഇന്ത്യയിൽ ആദ്യമായി പക്ഷികളുടെ അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി പക്ഷികളുടെ അറ്റ്ലസ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളം. ആൻസർ ഓപ്ഷൻ 2 കേരളം. 26 ദേശീയ വരുമാനത്തിൻ്റെ മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് സഹായകമായത് എന്താണ്? ആൻസർ ഓപ്ഷൻ 3 GDP. ആൻസർ ഓപ്ഷൻ 3 GDP. 27 മാംസപേശികൾ ഇല്ലാത്തതിനാൽ സ്വയം സങ്കോചിക്കാനോ വികസിക്കാനോ കഴിയാത്ത അവയവം ഏതാണ്? ആൻസർ ശ്വാസകോശം. ആൻസർ ഓപ്ഷൻ 1 ശ്വാസകോശം. 28 ഒരു ചിത്രത്തെ മുറിക്കാനും വലുപ്പം വ്യത്യാസപ്പെടുത്താനും നിറം മാറ്റാനും ചിത്രങ്ങൾ കൂട്ടിച്ചേർക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏവ? ആൻസർ ഓപ്ഷൻ 4 ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ. ആൻസർ ഓപ്ഷൻ 4 ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ.
29. ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം രചിച്ച രാഷ്ട്രീയ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 മമതാ ബാനർജി. ആൻസർ ഓപ്ഷൻ 2 മമതാ ബാനർജി. 30. ഗവൺമെൻറ്റിനെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി രൂപം നൽകിയിട്ടുള്ള സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഉദ്യോഗസ്ഥ വൃന്ദം. ആൻസർ ഓപ്ഷൻ 3 ഉദ്യോഗസ്ഥ വൃന്ദം. 31. നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റിന് അംഗീകാരം നൽകിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 2010 ജൂൺ മാസം. ആൻസർ ഓപ്ഷൻ 1 2010 ജൂൺ മാസം. 32. ഞരളത്ത് രാമപൊതുവാൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഞരളത്ത് രാമപൊതുവാൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ 4 സോപാന സംഗീതം. ആൻസർ ഓപ്ഷൻ 4 സോപാന സംഗീതം. 33. ലോകമെമ്പാടും വിന്യസിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ ഒരുക്കി വച്ചിരിക്കുന്ന കോടിക്കണക്കിനുള്ള വിവരങ്ങളുടെ കൂട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 വേൾഡ് വൈഡ് വെബ്. ആൻസർ ഓപ്ഷൻ 2 വേൾഡ് വൈഡ് വെബ്. 34. ചുവടെ പറയുന്നവയിൽ ഹരിതഗൃഹ വാതകങ്ങൾ ഏതെല്ലാം? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. ആൻസർ ഓപ്ഷൻ 2 കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം. ആൻസർ ഓപ്ഷൻ 2 കാർബൺ ഡൈ ഓക്സൈഡ്. 35. രാജു ആൻഡ് ദ 40 തീവ്സ് എന്ന കാർട്ടൂൺ പുസ്തകം പുറത്തിറക്കിയത് ആരാണ്? രാജു ആൻഡ് ദ 40 തീവ്സ് എന്ന കാർട്ടൂൺ പുസ്തകം പുറത്തിറക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ഭാരതീയ റിസർവ് ബാങ്ക്. ആൻസർ ഓപ്ഷൻ 3 ഭാരതീയ റിസർവ് ബാങ്ക്. 36. ചുവടെ പറയുന്നവയിൽ നാഷണൽ വാട്ടർ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 1 1, 2, 3. സംയോജിത നീർത്തട സംരക്ഷണം, ജലസംരക്ഷണം, ജലനഷ്ടം തടയൽ. ഇവ മൂന്നും നാഷണൽ വാട്ടർ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. 37. വലിച്ചു നീട്ടിയ ഒരു വില്ലിലെ ചരടിനുള്ള ഊർജം എന്താണ്? ആൻസർ ഓപ്ഷൻ 4 സ്ഥിതികോർജം. വലിച്ചു നീട്ടിയ ഒരു വില്ലിലെ ചരടിനുള്ള ഊർജമാണ് സ്ഥിതികോർജം. 38. കമ്പ്യൂട്ടറിന് അകത്തുള്ള ഘടകങ്ങൾ തമ്മിലോ കമ്പ്യൂട്ടറുകൾ തമ്മിലോ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പാതകൾക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ 2 ബസ്. ആൻസർ ഓപ്ഷൻ 2 ബസ്. 39. ചെറിയ മനുഷ്യരും വലിയ ലോകവും ആരുടെ കാർട്ടൂൺ പരമ്പര ആയിരുന്നു? ചെറിയ മനുഷ്യരും വലിയ ലോകവും ആരുടെ കാർട്ടൂൺ പരമ്പര ആയിരുന്നു? ആൻസർ ഓപ്ഷൻ 2 ജി അരവിന്ദൻ. ആൻസർ ഓപ്ഷൻ 2 ജി അരവിന്ദൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? ആൻസർ ഓപ്ഷൻ 2 22 ദിവസം. ആൻസർ ഓപ്ഷൻ 2 22 ദിവസം. താങ്ക് യു.